ഹായ്, അപ്പോൾ നമുക്ക് ഇന്ന് ബയോളജിയുടെ പാർട്ട് 2 ആണ്. ഇന്ന് പറയുമ്പോൾ LDC 2024 വേണ്ടിയിട്ടുള്ളതും LP UP അതുപോലെ തന്നെ 10th ലെവലുള്ള LDCയുടെ എല്ലാ എക്സാംസിനും വേണ്ട ബയോളജി സെഷനാണ് എടുക്കുന്നത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തൊരു പാർട്ട് 1 കാണുക. അവിടെ കുറേ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പാർട്ട് 2 കുറേ ക്വസ്റ്റൻസ് വേറെ ഡിസ്കസ് ചെയ്യും. HSCRT കണക്റ്റഡ് ഫാക്ട്സ് ആൻഡ് മാക്സിമം SSCRTയുടെ ക്ലിപ്സ് വെക്കാൻ നോക്കാം. കുറേ ടൈം ലിമിറ്റേഷൻ കാരണം ഞാൻ ഒത്തിരി ക്ലിപ്പൊന്നും SSCRT ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നോക്കി ഇതെല്ലാം SSCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുമാണ്. അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയോ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇന്ന് കൂടുതൽ നമ്മൾ എടുക്കാൻ പോകുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസും അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. പിന്നെന്താണ് ബാക്ടീരിയൽ വൈറൽ ഫംഗൽ ഡിസീസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതുപോലെ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസും അത് സെക്രറ്റ് ചെയ്യുന്ന ഹോർമോൺസും അത് കാരണം ഉണ്ടാകുന്ന കുറേ അസുഖങ്ങളുണ്ട്. അത് പഠിക്കണം കറക്റ്റായിട്ട്. പിന്നെ 1-2 ടെസ്റ്റിന്റെ പേര്, പിന്നെന്താണ് നമ്മുടെ വാക്സിൻ റിലേറ്റഡ് 2-3 ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. അതെടുക്കും നമ്മൾ. അങ്ങനത്തെ കുറേ ക്വസ്റ്റൻസ് ആയിരിക്കും. ഇന്ന് ബയോളജി മാത്രം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫിസിക്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കി, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കി ഏതാണ് ഇതിന്റെ ആൻസർ. നമുക്ക് അറിയാവുന്നതാണ് എന്ത് ജീവകം എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറ്റമിൻ ആണ്. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്, വൈറ്റമിൻ K ആണെന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? വൈറ്റമിൻ K ആണ് എന്ത്, നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്, വൈറ്റമിൻ K ആണെന്ന് ഓർത്തിക്കണം കേട്ടോ. വൈറ്റമിൻ K ആണ്. ഇനിയും ഈ പറഞ്ഞിട്ടുള്ള ഓരോ വൈറ്റമിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. എല്ലാ വൈറ്റമിനും പേര് അറിഞ്ഞിരിക്കുക. അത് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ അറിഞ്ഞിരിക്കുക. അത് എപ്പോഴും ചോദിക്കുന്നതാണ്. അവിടെ നോക്കി വൈറ്റമിൻ കെയുടെ പേരെന്താണ് നമുക്കറിയാം, ഫിലോക്വിനോൺ അല്ലെങ്കിൽ ഫൈലോക്വിനോൺ എന്ന് പറയാം. ഞാൻ ഫിലോക്വിനോൺ എന്നാണ് പറയുന്നത്. അപ്പം വൈറ്റമിൻ കെയുടെ സയന്റിഫിക് നെയിം ആണ് എന്ത്, നമ്മുടെ ഫിലോക്വിനോൺ എന്നുള്ളത് കേട്ടോ. വൈറ്റമിൻ കെയുടെ സയന്റിഫിക് നെയിം ആണ് എന്ത്, ഫിലോക്വിനോൺ അല്ലെങ്കിൽ ഫൈലോക്വിനോൺ. തെറ്റിക്കരുത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്, വൈറ്റമിൻ K ആണ്. അപ്പം വൈറ്റമിൻ കെയുടെ പേരെന്താണ്, ഫിലോക്വിനോൺ എന്നാണ്. രക്തം ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്, അത് വൈറ്റമിൻ K ആണ്. അത് വൈറ്റമിൻ ആണ് കേട്ടോ. ഇനിയും ഈ പറഞ്ഞിട്ടുള്ള രക്തം ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ഏതാണ്, പ്രോത്രോംബിൻ ആണ്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. വൈറ്റമിൻ ആണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ K ആണ്. പ്രോട്ടീൻ ആണെങ്കിൽ പ്രോത്രോംബിൻ ആണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വൈറ്റമിൻ K ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് നമ്മുടെ ഹെമറേജ് അല്ലെങ്കിൽ രക്തസ്രാവം കേട്ടോ. നമ്മൾ LDC പോലുള്ള എക്സാംസിന് ഈ പറഞ്ഞ രക്തസ്രാവം എന്നുള്ളതിൽ ഹെമറേജ് കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് പേര് കറക്റ്റ് പഠിച്ചത് ഒന്നുകൂടെ പറഞ്ഞു നോക്കി. ഈ ക്വസ്റ്റ്യൻ ആൻസർ വൈറ്റമിൻ K ആണ്. രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം ഏതാണ്, വൈറ്റമിൻ K ആണെന്ന് ഓർത്തിരിക്കുക. വൈറ്റമിൻ കെയുടെ സയന്റിഫിക് നെയിം എന്താണ്, ഫിലോക്വിനോൺ ആണ് കേട്ടോ. എന്താണ്, ഫിലോക്വിനോൺ എന്നാണ് വൈറ്റമിൻ കെയുടെ സയന്റിഫിക് നെയിം. വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് എന്ത്, ഹെമറേജ് അല്ലെങ്കിൽ രക്തസ്രാവം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇനി നോക്കിയോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈറ്റമിൻ റിലേറ്റഡ് ആണ്. അതിനോട് നോക്കി വൈറ്റമിൻ എയെ കുറിച്ച് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. വൈറ്റമിൻ എയുടെ സയന്റിഫിക് നെയിം ആണ് എന്ത്, റെറ്റിനോൾ. എല്ലാം ഒരുമിച്ച് പഠിക്കണ്ട. വൈറ്റമിൻ എയുടെ സയന്റിഫിക് നെയിം റെറ്റിനോൾ എന്നാണ്. നമ്മൾ പറഞ്ഞിപ്പം വൈറ്റമിൻ K നമ്മൾ പഠിച്ചല്ലേ. വൈറ്റമിൻ കെയുടെ പേരെന്താണ്, ഫിലോക്വിനോൺ എന്നാണ് ഓർത്തിരിക്കുക. അപ്പം വൈറ്റമിൻ എയുടെ സയന്റിഫിക് നെയിം എന്താണ്, റെറ്റിനോൾ എന്നാണ് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ എ ആണ് ഓർത്തിരിക്കുക. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇലക്കറികളിൽ കിട്ടുന്നത് വൈറ്റമിൻ എ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന 2 അസുഖങ്ങളാണ് എന്തൊക്കെ, നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സീറോഫ്താൽമിയും. നോക്കി ഇനി ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന 2 അസുഖങ്ങളാണ് എന്തൊക്കെ, നമുക്കറിയാം നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തതയും സീറോഫ്താൽമിയും ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ ബീറ്റ കരോട്ടിൻ എന്നൊരു വൈറ്റമിൻ ഉണ്ട്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു എന്താണത്, ബീറ്റ കരോട്ടിൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ഏത് പാർട്ടിൽ വെച്ചിട്ടാണെന്ന്. നമ്മുടെ എന്താണ് ലിവർ ഉണ്ടല്ലോ, ലിവറിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞ ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക വൈറ്റമിൻ എ നമ്മൾ എന്താ വിളിക്കുന്നത്, റെറ്റിനോൾ വിളിക്കുന്ന വൈറ്റമിൻ എ ആണ്. അപ്പോൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന 2 അസുഖങ്ങളാണ് എന്ത്, നിശാന്തതയും സീറോഫ്താൽമിയും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കി ക്വസ്റ്റ്യൻ നോക്കി
വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം ഇത് ശ്രദ്ധിക്കണക്കാരുടെ കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഈ പറഞ്ഞ കാറ്ററാക്ട്സ് ഒന്നും ഇല്ലാതെ വരുന്നല്ല. കാറ്ററാക്ട്സും ഗ്ലോക്കോമയും സീറോഫ്താൽമിയയും നൈറ്റ് ബ്ലൈൻഡ്നസ് എല്ലാം നമ്മുടെ കണ്ണിന് വരുന്ന അസുഖങ്ങളാണ്. ഇതിനകത്ത് വൈറ്റമിൻ റിലേറ്റഡ് ആയിട്ട് വരാൻ പോകുന്നത് ഈ ഒന്നിലെ നിശാന്തതയാണ്, അല്ലെങ്കിൽ എന്താണ് സീറോഫ്താൽമിയ ആണെന്ന് ഓർത്തിരിക്കണം. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള കോർണിയ വരണ്ട് അതാര്യമാകുന്നത് കാരണം ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേരെന്താണ്? അത് സീറോഫ്താൽമിയ ആണ്. തെറ്റിക്കാൻ പാടില്ല. കോർണിയയും നമ്മുടെ കണ്ണിനകത്തുള്ള സംഭവം ഡ്രൈ ആയിട്ട് അത് ലാസ്റ്റ് കോർണിയ അതാര്യമായിട്ട് നമ്മുടെ കാഴ്ചശക്തി പോകുന്ന സംഭവമാണ് സീറോഫ്താൽമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകത്തിരിക്കുക. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് എന്ത്? നമ്മുടെ സീറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്കിയിരിക്കും നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള പോയിന്റ് കണ്ടല്ലോ, കണ്ടോ നോക്കിയേ. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുകയും റൊഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥ എന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് നൈറ്റ് ബ്ലൈൻഡ്നസ് ആണ്. ഈ ക്വസ്റ്റൻ ചോദിച്ചിട്ടില്ല. ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ചോദിക്കാം, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം റൊഡോപ്സിന്റെ എമൗണ്ട് കുറയുന്നത് കാരണം രാത്രി കാണാൻ ഒക്കത്തില്ല. ആ ഒരു അവസ്ഥയാണ് എന്ത്? നൈറ്റ് ബ്ലൈൻഡ്നസ് അല്ലെങ്കിൽ നിശാന്തത എന്ന് പറഞ്ഞാൽ അതും വൈറ്റമിൻ എ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. ഇത് കണ്ടില്ലേ, വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്ര ആവരണവും കോർണിയയും വരണ്ട് അതാര്യമായി തീരുന്ന അവസ്ഥയാണ് എന്ത്? സീറോഫ്താൽമിയ. ഇതാണ് ക്വസ്റ്റ്യൻ. തെറ്റിക്കാനേ പാടില്ല. റൊഡോപ്സിന്റെ എമൗണ്ട് എന്താണ്? റെറ്റിനാലിന്റെ അളവ് കുറയും, റൊഡോപ്സിന്റെ റീ അബ്സോർപ്ഷൻ നടക്കാതെ വരികയും ചെയ്യുന്നത് കാരണമാണ് നൈറ്റ് ബ്ലൈൻഡ്നസ് അല്ലെങ്കിൽ നിശാന്തത ഉണ്ടാകുന്നത് നോക്കിയാണ് കേട്ടോ. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. നമ്മുടെ ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ലോക പ്രമേഹ ദിനം എന്നാണ് പറയാമോ? നവംബർ 14 കേട്ടോ. തെറ്റിക്കരുത്. പഞ്ചസാരങ്ങൾ റിലേറ്റഡ് കുഞ്ഞുങ്ങളെയൊക്കെ ആലോചിക്കുക. അപ്പം നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ചിൽഡ്രൻസ് ഡേ നവംബർ 14 അല്ലേ, അങ്ങനെ ആലോചിക്കുക കേട്ടോ. ലോക പ്രമേഹ ദിനം എന്ന് പറയുന്നത് എന്നാണ്? നവംബർ 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. മനുഷ്യ ശരീരത്തിൽ ഗ്ലോക്കോമ ബാധിക്കുന്ന അവയവം ഏതാണ്? ഗ്ലോക്കോമ ഏതിനെ ബാധിക്കുന്നത് പറയാമോ ഏതാണെന്ന്? കണ്ണാണ്. ഞങ്ങൾ പറഞ്ഞാണ് ഇപ്പൊ ഗ്ലോക്കോമ, തിമിരം, അതുപോലെ സീറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നസ് ഇതെല്ലാം എന്ത് തന്നെയാണ്? നമ്മുടെ കണ്ണിന്റെ അസുഖങ്ങളാണ്. ഇതെല്ലാം SSCRTയുടെ 10ാം ക്ലാസ്സിനകത്തുള്ള കണ്ണിന്റെ ഒരു പോർഷൻ വരുന്ന ഒരു സെക്ഷൻ അതിനകത്തുണ്ട്. ഞാൻ ആ ക്ലിപ്സ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കാമേ. അപ്പൊ ഇതിന്റെ പേരൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഗ്ലോക്കോമ എന്നുള്ള അസുഖം എന്ത് തന്നെയാണ്? കണ്ണിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമാണെന്ന് ഓർത്തിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കണ്ണുനീരിന്റെ ഉൽപാദനം കുറഞ്ഞ് കണ്ണ് വരണ്ട് വരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നത് ഏത് വൈറ്റമിന്റെ അപര്യാപ്തതയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സീറോഫ്താൽമിയക്ക് കാരണമാകുന്നത് ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ? പറഞ്ഞോളൂ. വൈറ്റമിൻ എ ആണ് അല്ലേ? ഒത്തിരി പറഞ്ഞ ചോദിച്ചുള്ള ക്വസ്റ്റൻ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. തെറ്റിക്കാനേ പാടില്ല. സീറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നസും വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ്. വൈറ്റമിൻ എയുടെ സയന്റിഫിക് നെയിം എന്താണ്? റെറ്റിനോൾ എന്നാണെന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ ഹെമറേജ് അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണമാണ്? വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി കാരണമാണ് ഹെമറേജ് അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാകുന്നത്. ഇനി ഈ വൈറ്റമിൻ കെ ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? വൈറ്റമിൻ കെ ആണ് ഓർത്തിരിക്കുക കേട്ടോ. തെറ്റിക്കരുതേ. എന്ന് നോക്കിക്കോളൂ. ഒരു ജീവിതശൈലി രോഗം നമുക്കറിയാം, അത് ആ ടെക്സ്റ്റിനകത്ത് ഉള്ളതാണ് എന്ത്? നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസ്, ഫംഗൽ ഡിസീസ്, വൈറൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ സിലിക്കോസിസ്, അതൊക്കെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പറയുന്ന അസുഖങ്ങൾ, അത് പറഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന സെക്ഷനാണ് എന്ത്? ജീവിതശൈലി രോഗങ്ങൾ എന്നൊരു സെക്ഷൻ ഉണ്ട്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഒരു ജീവിതശൈലി രോഗം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാമോ? നമുക്കറിയാം എന്താണ്? ന്യൂമോണിയ ആണല്ലേ. ന്യൂമോണിയ ആണ് എന്ത്? നമ്മുടെ ബ്രോങ്കൈറ്റിസ് ഒക്കെ എന്താണ് പിന്നെ വന്നിട്ടാണ് ന്യൂമോണിയ ആകുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ എന്താണ് സിഗരറ്റ് സ്മോക്ക് ഒക്കെ ഇൻഹെയിൽ ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനെ കുറെ നമ്മുടെ ജീവിതശൈലിയുടെ പ്രശ്നം മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണെന്ത്? ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ ഒരു ജീവിതശൈലി രോഗം ഏതാണ്? ന്യൂമോണിയ ആണ് നോക്കിയിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. താഴെ പറയുന്നവയിൽ ഏതാണ് വൈറ്റമിൻ എയുടെ കാര്യത്തിൽ കറക്റ്റ്? വൈറ്റമിൻ എയുടെ കാര്യത്തിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നോക്കാൻ പോകുന്നു. നോക്കിയേ. ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൈറ്റമിൻ എയുടെ അമിതമായ ഉപയോഗം മൈക്രോസിസ്റ്റ് അനീമിയയ്ക്കും ഈ തെറ്റാണ്. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ വിനാശകരമായ അനീമിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ B12 സംഭവം കാരണം ഉണ്ടാകുന്നതാണ് പെർഷീസ് അമീയ എന്നൊക്കെ പറഞ്ഞ സംഭവമേ. അതെന്ന് പറയുമ്പോൾ അപ്പൊ ഇത് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ പറഞ്ഞിട്ടുള്ള വിനാശകരമായ അനീമിയ ഒക്കെ ഉണ്ടാകുന്ന എന്താണ്? വൈറ്റമിൻ B12 കാരണമാണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്?
ഹൈപ്പോ വൈറ്റമിനസോസിസ് എയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന ലക്ഷണങ്ങൾ പെല്ലഗ്രയും വിഷാദവുമാണ്. ഇത് ഈ പറഞ്ഞ വൈറ്റമിൻ എയുമായിട്ട് ബന്ധപ്പെട്ട സംഭവമല്ല. ഇതെന്താണ്? വൈറ്റമിൻ എയുടെ കുറവ് രാത്രി അന്ധതയും സീറോഫ്താൽമിക്കും കാരണമാകുന്നു. അത് കറക്റ്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞ സംഭവം തെറ്റാണ്. പിന്നെ ഈ ഒരൊറ്റ ഓപ്ഷനെ ശരിയുള്ള നോക്കിയിരിക്കുക. അപ്പൊ അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ നോക്കി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് അത് അങ്ങോട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. ക്ലിയർ അല്ല? അപ്പോൾ ഓർത്തിരിക്കുക, സീറോഫ്താൽമിയയും ഈ പറഞ്ഞ നിശാന്തത്തെ കുറിച്ച് മാത്രമാണ് പൊതുവെ വൈറ്റമിനെ കുറിച്ച് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. ക്യാരറ്റിൽ ധാരാളമുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ എ ആയി മാറുന്നത്? നമ്മൾ ഈ ക്വസ്റ്റൻ കുറച്ച് പറഞ്ഞതാണ്. എവിടെ വെച്ചിട്ടാണ്? നമ്മൾ പറഞ്ഞു പ്രോ വൈറ്റമിൻ എ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ബീറ്റ കരോട്ടിനെയാണ്. പ്രോ വൈറ്റമിൻ എ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ബീറ്റ കരോട്ടിനെയാണ്. അപ്പൊ ഈ പറഞ്ഞ ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചിട്ടാണ് വൈറ്റമിൻ എ ആയിട്ട് മാറുന്നത്? പറയാം എവിടെയാണ്? കരളിൽ വെച്ചിട്ടാണ് കേട്ടോ. ലിവറിൽ വെച്ചിട്ടാണ് നമ്മുടെ ബീറ്റ കരോട്ടിൻ പ്രോ വൈറ്റമിൻ എ ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. എന്താണ്? അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് എന്താണ് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ഹെൽത്തിന് വേണ്ടത് എന്താണ്? നമുക്കറിയാം കാൽഷ്യമാണ് അല്ലേ? കാൽഷ്യമാണ് വേണ്ടത്. എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ നല്ല ഹെൽത്തിന് വേണ്ടത് കാൽഷ്യമാണ്. ഈ പറഞ്ഞ കാൽസിഫെറോൾ എന്ന് വിളിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് ഇതിനകത്ത് ആൻസർ. ഏതാണെന്ന് പറയാമോ? കാൽസിഫെറോൾ എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് പറയാമോ? ആരാണ്? വൈറ്റമിൻ ഡി ആണ് കേട്ടോ. കാൽസിഫെറോൾ എന്ന് വിളിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. നോക്കിയിരിക്കുക. അപ്പൊ നോക്കിയാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ വേറൊരു പേരാണെന്ത്? കാൽസിഫെറോൾ. എന്താണ്? കാൽസിഫെറോൾ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ്. നോക്കിയിരിക്കുക. കണ്ടോ? നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ എൻകറേജ് ചെയ്യുന്നത് അത് എന്താണ്? അത് ചെയ്യുകയും എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകവും ഇത് തന്നെയാണ്. ഈ പറഞ്ഞ വൈറ്റമിൻ ഡി ആണ്. നോക്കിയിരിക്കുമ്പോൾ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? വൈറ്റമിൻ ഡി ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ ഡി ആണ്. പേരെന്താണ്? കാൽസിഫെറോൾ എന്നാണ്. കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷനെ എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ഡി ആണ്. നോക്കിയിരിക്കുക. ഈ പറഞ്ഞ വൈറ്റമിനിന്റെ രണ്ട് രൂപങ്ങളൊന്നും വേണമെന്നില്ല. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗമാണ് നമ്മൾ ഈ പറഞ്ഞ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന സംഭവം. ഇത് ടെക്സ്റ്റിലുള്ളതിനായിട്ട് ഇതെല്ലാമേ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന അസുഖമാണ്. ഈ പറഞ്ഞ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥ അഡൽട്സിൽ വരുമ്പോൾ ഉള്ള അസുഖത്തിന്റെ പേരാണെന്ത്? ഓസ്റ്റിയോമലേഷ്യ. ഇത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാൽ ആദ്യം തൊട്ട് വൈറ്റമിൻ എ നമ്മൾ റിറ്റിനോൾ എന്ന് വിളിക്കും. ഡെഫിഷ്യൻ ഡിസീസ് ഏതൊക്കെയാണ്? സീറോഫ്താൽമിയും നൈറ്റ് ബ്ലൈൻഡ്നെസ്സുമാണ്. നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നെ വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്മൾ ഫിലോക്വിനോൺ അല്ലെങ്കിൽ ഫൈലോക്വിനോൺ എന്ന് വിളിക്കും. അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് എന്ത്? നമ്മളെ ഹെമറേജ് അല്ലെങ്കിൽ രക്തസ്രാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വൈറ്റമിൻ ഡി അല്ലെങ്കിൽ എന്താണ്? കാൽസിഫെറോളിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്തൊക്കെയാണ്? കുഞ്ഞുങ്ങളിലെ റിക്കറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ മലയാളമാണ് എന്ത്? കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേ കറസ്പോണ്ടിങ് അസുഖം അഡൽട്സിൽ വരുമ്പോൾ ഉള്ളതിന്റെ പേരാണെന്ത്? ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞാൽ കേട്ടോ. തെറ്റിക്കരുത്. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാമെന്ന് നമുക്കറിയാം. നിശാന്തതയല്ല. ഈ ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയഡിന്റെ അബ്സോർപ്ഷൻ, അയഡിന്റെ എമൗണ്ട് കുറയുന്നത് കാരണം നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഇത് എന്താണ് സ്വെല്ല് ചെയ്ത് വരുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്ന്. അപ്പൊ അതല്ല. മഞ്ഞപ്പിത്തം അല്ല. പിന്നെ ബാക്കി എന്താണ്? ഓർത്തിരിക്കുക. സ്കർവിയാണ് കേട്ടോ. സ്കർവിയാണ് എന്ത്? വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം ഡിസീസ് ആണിത് സ്കർവി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണിത് സ്കർവി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക. ഈ പറയുന്ന വൈറ്റമിൻ സിയെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് ജലദോഷത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓറഞ്ച് കഴിക്കുന്ന പറയല്ലേ. അപ്പം ഓർത്തിരിക്കുക. ഈ പറഞ്ഞ സിട്രസ് ഫ്രൂട്ട്സ് അതെല്ലാം ഉള്ളത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ ജലദോഷത്തിന് നല്ല സംഭവമാണെന്ന് ഓർത്തിരിക്കണം. നമ്മൾ ഈ പറഞ്ഞ രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം എന്ന് പറഞ്ഞാൽ എന്താണത്? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ആണെന്ത്? രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം എന്ന് പറഞ്ഞാൽ എന്താണത്? വൈറ്റമിൻ സി ആണെന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ്? നമ്മുടെ മോണയിലെ രക്തസ്രാവം എന്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഓർത്തിരിക്കുക. ശരീരത്തിൽ അയണിന്റെ അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ സി. തെറ്റിക്കാൻ പാടില്ല.
കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. അയണിന്റെ അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ സി ആണെന്ന് ഓർത്തിരിക്കുക. വൈറ്റമിൻ സിയുടെ അഭാവത്തിൽ നാവികരിൽ കാണപ്പെടുന്ന അസുഖമാണ് സ്കർവി. ഈ ക്വസ്റ്റൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? വൈറ്റമിൻ സിയുടെ അഭാവം മൂലം നാവികരിൽ കാണപ്പെടുന്ന അസുഖമാണ് എന്ത്? സ്കർവി. മറക്കരുത്. വൈറ്റമിൻ സിയുടെ സയന്റിഫിക് നെയിം എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ് കേട്ടോ. എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ് നമ്മുടെ വൈറ്റമിൻ സിയുടെ സയന്റിഫിക് നെയിം. നോക്കി എവിടെ? വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ സയന്റിഫിക് നെയിം എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ്. നമ്മൾ വൈറ്റമിൻ ഡിയും പഠിച്ച എന്താണ് പേര്? കാൽസിഫെറോൾ എന്നാണ്. തെറ്റിക്കരുത് കേട്ടോ. അപ്പം വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? നമ്മുടെ സ്കർവി. നാവികരിലാണ് ഉണ്ടാകുന്നത്, മനസ്സിലാക്കിയിരിക്കുക. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം കുഞ്ഞുങ്ങളുണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കാണാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അഡൽസിൽ ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? ഓസ്റ്റിയോമലേഷ്യ എന്ന് ഓർത്തിരിക്കണം കേട്ടോ. സ്കർവി ആണ് നോക്കിക്കുക. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം എന്താണ്? വൈറ്റമിൻ സി ആണ്. ഓക്കെ, ഇത് നോക്കിക്കുക. നമ്മൾ ആദ്യമായിട്ട് കൃത്രിമമായി നിർമ്മിച്ച ജീവകം വൈറ്റമിൻ സി ആണ്. ഇതെല്ലാം ഒന്ന് നോക്കുക. നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ജീവകം വൈറ്റമിൻ സി ആണ്. ജലദോഷത്തിനുള്ള ഔഷധമായി കണക്കാക്കുന്ന വൈറ്റമിൻ സി ആണ്. ഞാൻ പറഞ്ഞു സിട്രസ് ഫ്രൂട്ട്സ് അതെല്ലാം ഉള്ളത് എന്തൊക്കെ തന്നെയാണ്? ഈ പറഞ്ഞ വൈറ്റമിൻ സി ആണ് നോക്കിയിരിക്കുക. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആഹാരം ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന എന്ത് തന്നെയാണ്? വൈറ്റമിൻ സി ആണ്. ജസ്റ്റ് നോക്കിയിരിക്കുക. ഇതെല്ലാമേ ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതെല്ലാം കണക്റ്റഡ് ഫാക്ട്സ് തന്നെയാണ്. ഒന്ന് ഓർത്ത് പോവുക. ഇതിന്റെ സയന്റിഫിക് നെയിം ആ ഡെഫിഷ്യൻസി ഡിസീസ് കറക്റ്റ് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. അതേ ക്വസ്റ്റൻ നോക്കൂ. കണ്ണിന്റെ ലെൻസ് അതാര്യമാകുന്നതിനെ തുടർന്ന് അന്ധത ഉണ്ടാകുന്ന അവസ്ഥ ഏത്? എന്താണ്? കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നതിനെ തുടർന്ന് അന്ധത ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ്? നമ്മൾ പറഞ്ഞു സീറോഫ്താൽമിയാണ്. സീറോഫ്താൽമിയാണ് ആ അവസ്ഥ. ഈ പറഞ്ഞ ഗ്ലോക്കോമയും തിമിരവും ഞാൻ പറഞ്ഞത് അതെല്ലാം ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. ഗ്ലോക്കോമ തിമിരത്തിനൊക്കെ ഞാൻ ക്ലിപ്പ് വെച്ചേക്കാം. എന്താണെന്നുള്ള കേസ് മാത്രമേ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. മനുഷ്യനിൽ ജീവകം B3 വൈറ്റമിൻ B3യുടെ പേരാണെന്ത്? നിയാസിൻ. നിയാസിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന നമ്മൾ പറഞ്ഞു സ്കർവി എന്തിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ്? വൈറ്റമിൻ സി കാരണം ഉണ്ടാകുന്നതാണ് എന്ത്? സ്കർവി അല്ലേ? റിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തിന്റെ ഇതുപോലെ ഉണ്ടാകുന്നതാണ്? റിക്കറ്റ്സ് നമ്മൾ പറഞ്ഞു. റിക്കറ്റ്സ് ആണ് കണയെന്നാണ്. അത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നതാണ് അല്ലേ? അപ്പൊ നോക്കൂ. ഈ പറഞ്ഞ പെല്ലഗ്രയോ ബെറിബെറിയോ ആണ്. ബെറിബെറി എന്നുള്ളത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. ബെറിബെറി നോക്കുക. ബെറിബെറി അല്ല. നോക്കി. ഈ പെല്ലഗ്രയാണ് എന്ത്? നിയാസിൻ. വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? അത് പെല്ലഗ്ര. ഞാൻ ബെറിബെറിയുടെ കേസ് പിന്നെ പറയാം. ബെറിബെറിയുടെ കേസ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റനെ ചോദിച്ചിട്ടുള്ളതാണ് ബെറിബെറിയുടെ കേസ്. അപ്പോൾ ഓർത്തിരിക്കുക. വൈറ്റമിൻ B3യുടെ സയന്റിഫിക് നെയിം ആണ് എന്ത്? നിയാസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് B3 അല്ലെങ്കിൽ നിയാസിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് എന്ത്? പെല്ലഗ്ര കേട്ടോ. പെല്ലഗ്ര എന്നാണ് അതിന്റെ ക്വസ്റ്റൻ കൊടുത്തിട്ടുണ്ട്. നോക്കി. ജീവകം B3 ഞാൻ നോക്കൂ. വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിക് ആസിഡിന്റെ അപര്യാപ്തതയിൽ ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? പെല്ലഗ്ര എന്നുള്ളത്. തെറ്റിക്കരുത് കേട്ടോ. വൈറ്റമിൻ B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? പെല്ലഗ്ര എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B3യുടെ സയന്റിഫിക് നെയിം എന്താണ്? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? വൈറ്റമിൻ B3 ആണെന്ന് ഓർത്തിരിക്കുക. നോക്കി. നമ്മൾ പറഞ്ഞല്ലോ ബെറിബെറി എന്നുള്ള അസുഖം കണ്ടോ. ബെറിബെറി എന്നുള്ള അസുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് എന്ത്? നമ്മുടെ ബെറിബെറി എന്നുള്ള അസുഖം. എന്താണ്? വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിൻ എന്നുള്ള വൈറ്റമിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് എന്ത്? ബെറിബെറി എന്നുള്ള അസുഖം. നോക്കിയാണ് തെറ്റിക്കരുത്. ഈ പറഞ്ഞിട്ടുള്ള ബെറിബെറിയുടെ ഈ സിംറ്റംസ് എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള പേശികളിലെ വേദന, ക്ഷീണം, നീർവീക്കം ഇതെല്ലാം ബെറിബെറി എന്നുള്ള അസുഖത്തിന്റെ സിംറ്റംസ് ആണ്. അപ്പൊ ഈ പറഞ്ഞ ബെറിബെറി എന്നുള്ള അസുഖം എന്താണ്? വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി ആണ് കേട്ടോ. B1 അല്ലെങ്കിൽ തയാമിൻ. വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖമാണെന്ത്? നമ്മുടെ ബെറിബെറി എന്നുള്ളത്. പെല്ലഗ്ര എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ. ക്യാഷിയോർക്കർ എന്ന രോഗത്തിന് കാരണം താഴെ പറയുന്നവൽ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റൻ. നോക്കി. ക്യാഷ് നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റൻ അത് കേട്ടത്. ക്യാഷിയോർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണെന്ന് ഓർത്തിരിക്കുക. കാൽഷ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം തന്നെയാണത് ക്യാഷിയോർക്കർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കൂ.
വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. വൈറ്റമിന്റെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ പറഞ്ഞാണ് തിമിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്ററാക്ട്സ് ആണ്, അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ല. ഗ്ലോക്കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമല്ല. ഗ്ലോക്കോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഗ്ലോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലെ. അപ്പൊ അതുമല്ല, നമുക്കറിയാം നിശാന്തതയാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി സിൻഡ്രോം. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണെന്ത്? നിശാന്തത. ഈ ക്വസ്റ്റൻ എത്ര ചോദിച്ചല്ലേ, റിപ്പീറ്റഡ് ആണ് ഈ ക്വസ്റ്റൻ. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന നിശാന്തതയും സീറോപ്താൽമിയമേ. അത് ഈ സെക്ഷൻ നോക്കി നമുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്ലാൻസ് ഒരു സെക്ഷൻ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്നാണ് ക്വസ്റ്റൻ കൂടുതൽ ചോദിക്കുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഉള്ളതാണ്. ക്വസ്റ്റൻ ചോദിക്കുക ഉറപ്പാട് ചോദിക്കുന്നതാണ്. അപ്പൊ ആ ക്വസ്റ്റൻ നോക്കാം. നോക്കി ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കി, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിട്ടുള്ള എന്താണെന്നാണ് ക്വസ്റ്റൻ. ഇവർ ഈ പറഞ്ഞിട്ടുള്ള ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷൻ തന്നെ ഗ്ലാൻസിന്റെ പേരാണ്. ഇതെന്ന് പറഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ പേരാണ് കേട്ടോ. അപ്പൊ ഗ്ലാൻസും ഹോർമോൺസും കൊടുത്തിരിക്കുകയാണ്. ഇത് കറക്റ്റ് മാച്ച് ഇതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് എന്ത്? മെലാറ്റോണിൻ. കറക്റ്റ് ആണ്. നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള പീനിയൽ ഗ്ലാൻഡ് എന്താ വിളിക്കുന്നത്? നമ്മുടെ ഈ പറഞ്ഞ ബയോളജിക്കൽ ക്ലോക്ക്, നമ്മൾ രാവിലെ എണ്ണിച്ചിട്ട് ഉറങ്ങുന്ന ആ ഒരു ടൈം സെറ്റ് ചെയ്തിരിക്കുന്ന പീനിയൽ ഗ്ലാൻഡ് വെച്ചിട്ടാണ്. പീനിയൽ ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണെന്ന് മെലാറ്റോണിൻ. അപ്പൊ അത് ഒന്നെന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ അത് പറയുന്ന ഒന്നുള്ളതെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റി. ഈ നോക്കി രണ്ടാം നോക്കി, തൈറോയ്ഡ് ഗ്രന്ഥിയാണോ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തെറ്റാണ്. തൈറോയ്ഡ് ഗ്രന്ഥി അല്ല ഇൻസുലിൻ പ്രൊഡ്യൂസ്. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? പാൻക്രിയാസ് ആണ് അല്ലെ. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിനകത്തുള്ള ബീറ്റാ സെല്ലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ്. രണ്ടെന്നുള്ള ഓപ്ഷൻ ഉള്ളത് എല്ലാം തെറ്റാണ്. അപ്പൊ ഈ പറഞ്ഞ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഇന്നത്. ഇതാണ് കറക്റ്റ്. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. നോക്കി ഇനി എന്താണ്? ആഗ്നേ ഗ്രന്ഥി അല്ല തൈമോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തൈമോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈമസ് ഗ്ലാൻഡ് ആണ്. തൈമസ് ഗ്ലാൻഡ് ആണ് എന്തോ ചെയ്യുന്നത്? തൈമോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തൈമസ് ഗ്ലാൻഡിനെ എന്താ വിളിക്കുന്നത്? നമുക്കറിയാം യൗവന ഹോർമോൺ എന്നൊക്കെ വിളിക്കുന്നത് തൈമസിനെയാണ് കേട്ടോ. തൈമോസിനെയാണ് യൗവന ഹോർമോൺ എന്ന് വിളിക്കുന്നത്. അത് കുഞ്ഞുങ്ങൾ ഇച്ചിരി വളർന്നു കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ചൊക്കിപ്പോകും. അതാണ് തൈമസ് ഗ്ലാൻഡ്. ഈ നോക്കി അഡ്രീനൽ ഗ്രന്ഥിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? അഡ്രീനൽ ഗ്ലാൻഡ് തന്നെയാണ് ഓർത്തിരിക്കുക. പിന്നെ അത് 1ഉം 4ഉം മാത്രമേ ശരിയുള്ളൂ നോർത്തിക്കണം കേട്ടോ. തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് നമുക്കറിയാം. തൈറോക്സിൻ. തൈറോയ്ഡ് ഗ്രന്ഥിക്കാന്ന് പറയുമ്പോഴത്തേന് ടെക്സ്റ്റിനകത്ത് ഉണ്ട് ഇതെല്ലാം കേട്ടോ. തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ തൈറോക്സിനും കാൽസിറ്റോണിനും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ തൈറോക്സിനും കാൽസിറ്റോണിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണെന്ന് ഓർത്തിരിക്കണേ. ഇനി ഇതിനകത്ത് പാരാതൈറോയ്ഡ് എന്നൊരു ഗ്ലാൻഡ് ഉണ്ട്. അതാണ് പാരാതോർമോൺ എന്നൊരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. എന്താണ് പാരാതോർമോൺ എന്നൊരു സംഭവം ഉണ്ട്. അത് ഞാൻ എഴുതുന്ന ഇത് കാണും. പാരാതോർമോൺ എന്നുള്ള ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള തൈറോക്സിനും കാൽസിറ്റോണിനും പാരാതോർമോൺ ഒരുമിച്ച് നിന്നിട്ടാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്? ഈ കാൽഷ്യത്തിനെ, ബ്ലഡിലുള്ള കാൽഷ്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള കാൽസിറ്റോണിനും പാരാതോർമോണോട് ചേർന്നിട്ടാണ് ബ്ലഡിലുള്ള കാൽഷ്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. തെറ്റിക്കരുത്. കാൽസിറ്റോണിനും പാരാതോർമോനും ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള തൈറോക്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? തൈറോക്സിൻ ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് തൈറോക്സിൻ ആണ്. തൈറോക്സിൻ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ എന്ന് പറയുമ്പോഴത്തേക്കിന്. ഞാൻ പറഞ്ഞു അതെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞിട്ടുള്ള തൈറോക്സിൻ ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന തൈറോക്സിൻ ആണ്. നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്, കുഞ്ഞ് ഭ്രൂണാവസ്ഥയിൽ അല്ലെങ്കിൽ ശൈശവകാലത്തൊക്കെ ബ്രെയിൻ്റെ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ തൈറോക്സിൻ ആണ് എന്ന് ഓർത്തിരിക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു ഈ പറഞ്ഞിട്ടുള്ള ഈ തൈറോക്സിൻ എന്നുള്ളതിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് എന്തൊക്കെ? ഇതിനകത്ത് കറക്റ്റ് എഴുതിയിട്ടില്ല. നോക്കി, തൈറോക്സിൻ എന്നുള്ള ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഗോയിറ്റർ ഒക്കെ കേട്ടോ. അതിനകത്ത് പറയുമ്പോഴത്തേക്ക് നോക്കിയൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് പറയുമ്പോഴത്തേക്കിന് എന്താണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ക്രെട്ടനിസം എന്നൊരു അസുഖമുണ്ട്. എന്താണ് ക്രെട്ടനിസം എന്നൊരു അസുഖമുള്ളതാണ്. ക്രെട്ടനിസം എന്നൊരു സംഭവമുണ്ട്. ഇതിന്റെ കൂടെ തന്നെ മിക്സഡിമ എന്നൊരു അസുഖമുണ്ട്. എന്താണ് മിക്സഡിമ? ക്രെട്ടനിസം ഉണ്ട്, മിക്സഡിമ എന്നൊരു അസുഖമുണ്ട്.
ഇത് രണ്ടും എന്താണ് ഹൈപ്പർ തൈറോയിഡിസത്തിന്, ഇത് രണ്ടും ഹൈപ്പോ തൈറോയിഡിസത്തിന് എക്സാമ്പിൾസ് ആണ്. ഹൈപ്പോ തൈറോയിഡിസത്തിന് എക്സാമ്പിൾ ആണ് എന്ത്? ക്രെട്ടനിസവും മിക്സഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞിട്ടുള്ള ക്രെട്ടനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിലെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഗ്രോത്ത് കുറയുന്നതാണ്. കുഞ്ഞുങ്ങളിലെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഗ്രോത്ത് കുറയുന്നതാണ് ഇത് ക്രെട്ടനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേ കറസ്പോണ്ടിങ് സംഭവം അഡൽട്സിൽ ഉണ്ടാകുന്നതാണ് മിക്സഡിമ. അഡൽട്സിൽ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഗ്രോത്ത് കുറയുന്ന ഒരു സംഭവമാണിത് മിക്സഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും ഇത് ഹൈപ്പോ തൈറോയിഡിസം ആണ്. ഇത് ഹൈപ്പോ തൈറോയിഡിസം ആണ് ഈ പറഞ്ഞ സംഭവം. എന്താണ് ഇത്? ഹൈപ്പോ തൈറോയിഡിസം ആണെന്ന് ഓർത്തിരിക്കുക. ഇനിയും ഇതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്. ഹൈപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കൂടുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. അത് ഹൈപ്പർ തൈറോയിഡിസം ആണ്. അതെന്ന് പറയുമ്പോൾ എന്താണ്? അത് കാരണം നമ്മൾ ഈ ബോഡിയിലെ ടെമ്പറേച്ചർ കൂടുകയും നമ്മുടെ സ്വെറ്റിംഗ് കൂടുകയും BP കുറയുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള BP കൂടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ. ഇനിയും ഗോയിറ്റർ, നമ്മൾ അപ്പുറത്ത് ഗോയിറ്റർ കണ്ടായിരുന്നല്ലോ അല്ലേ? ഗോയിറ്റർ എന്നൊരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം. ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തൈറോക്സിന്റെ പ്രൊഡക്ഷന് അയഡിൻ വേണം. തൈറോക്സിന്റെ പ്രൊഡക്ഷൻ എന്ത് വേണം? അയഡിൻ വേണം. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള അയഡിന്റെ എമൗണ്ട് കുറയുന്നത് കാരണം നമ്മുടെ ഈ പറഞ്ഞ തൊണ്ടയിലുള്ള ഈ ഒരു പോർഷൻ എന്താണ്? സ്വെല്ല് ചെയ്യുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ വീർത്ത് വരുന്ന അവസ്ഥയാണിത് നമ്മുടെ ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ പറഞ്ഞ എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അതിന്റെ ഹോർമോൺസും അതിന്റെ അസുഖങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നോക്കി, ആഗ്നേയ ഗ്രന്ഥി പറഞ്ഞാൽ പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ആണ് കേട്ടോ. ആഗ്നേയ ഗ്രന്ഥി പറഞ്ഞാൽ എന്താണ്? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിനകത്ത് ആൽഫ സെല്ലും ഉണ്ട്, ബീറ്റാ സെല്ലും ഉണ്ട്. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് എന്തൊക്കെയാണ്? പറയാമോ എന്തൊക്കെയാണെന്ന്? നമുക്കറിയാം, ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ് നമ്മുടെ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. ഗ്ലൂക്കോഗോൺ എന്നാണ് കേട്ടോ. നോക്കണേ, ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കിയിരിക്കുക. ഇതിനകത്ത് ബീറ്റാ സെല്ലാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബീറ്റാ സെല്ലാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൽഫ സെല്ലാണ് ഗ്ലൂക്കഗോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ബീറ്റാ കോശങ്ങളാണ് എന്തോ ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. നമുക്കറിയാം, ഇത് ഞാൻ പ്രീവിയസ് അത് പറഞ്ഞാണ്. പല ടൈപ്പ് ഡയബറ്റീസിന്റെ കേസൊക്കെ അതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞാണ് കേട്ടോ, ഒന്നും പറയുന്നില്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഡയബറ്റിസ് മെലിറ്റസ് എന്ന ജീവിതശൈലി രോഗം ഏത് ഹോർമോണിന്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത്? പറയാൻ വരുന്നതാണ്. ഹോർമോൺ ആണ്, വൈറ്റമിൻ അല്ല. ഡയബറ്റിക് മെലിറ്റസ് എന്നുള്ള ജീവിതശൈലി രോഗം ഏത് ഹോർമോണിന്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത് പറയാമോ? പറയാൻ വരുന്നതാണ്. നമ്മളിപ്പോ പറഞ്ഞ പോലെ എന്താണ്? ഇൻസുലിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള ഡയബറ്റിക് മെലിറ്റസ് എന്നുള്ള സംഭവം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. അത് കുറെ ക്വസ്റ്റ്യൻ ഞാൻ എളുപ്പം പറയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. അതുകൊണ്ട് ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുമ്പോഴത്തേക്കിന് പാൻക്രിയാസ് ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് ഡയബറ്റിക് മെലിറ്റസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? പറയാം. ഈ പറഞ്ഞ ഉഷസ്, ബാലമുകുളം, ആർദ്രവും, സ്നേഹപൂർവ്വം എല്ലാം ഈ പറഞ്ഞ കേരള ഗവൺമെന്റിന്റെ സ്കീംസ് ആണ്. ഇതിനകത്ത് അർബൻ ഏരിയയിലുള്ള സ്ലംസിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സ്കീം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാ പറയാം? ഉഷസ് ആണ്. ഉഷസ് ഇംഗ്ലീഷ് എഴുതുമ്പോൾ കറക്റ്റ് ആയത് ഉഷസ് എന്നാണ്. നോക്കിയേ, ഉഷസ് എന്നാണ്. അർബൻ സ്ലം ഹെൽത്ത് അപ്ലിഫ്റ്റ്മെന്റ് സ്കീം എന്നാണ് കേട്ടോ. അർബൻ സ്ലം ഹെൽത്ത് അപ്ലിഫ്റ്റ്മെന്റ് സ്കീം എന്നാണ് ഉഷസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇതിനകത്ത് ഓരോന്നും എന്താണ് പറയാം എന്താണെന്ന് നമുക്കറിയാം. ഈ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഫൻസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നതാണെന്ത്? സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആർദ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഇച്ചിരി യൂസർ ഫ്രണ്ട്ലി ആകുന്ന പരിപാടിയാണെന്ത്? ആർദ്രം എന്ന് പറഞ്ഞാൽ. ബാലമുകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് കുഞ്ഞുങ്ങളുടെ എന്താണ്? ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവമാണ് ഈ പറഞ്ഞ ബാലമുകുളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓർത്തിരിക്കുക, ഉഷസ് ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. എന്താണ്? ഉഷസ്. ഉഷസ് ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. അർബൻ സ്ലം ഹെൽത്ത് അപ്ലിഫ്റ്റ്മെന്റ് സ്കീം എന്നാണ് ഉഷസ് എന്ന് പറഞ്ഞാൽ. തെറ്റിക്കാൻ പാടില്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഈ ക്വസ്റ്റ്യൻ പിന്നെ ചോദിക്കാൻ, കണ്ണുനീരിന്റെ ഉത്പാദനം കുറഞ്ഞ് കണ്ണ് വരണ്ട് വരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണെന്ന് ഓർത്തിരിക്കുക. നോക്കിക്കോളൂ. ഈ എന്ന് പറയുമ്പോഴത്തേക്കിന് കുറെ അസുഖങ്ങളാണ് കേട്ടോ. നോക്കി വായുവിലൂടെ പകരുന്ന രോഗം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതറിയാം, എയ്ഡ്സ് ഒരു കാരണവശാലും വായുവിലൂടെ പകരത്തില്ല.
ഇനിയുള്ളത് എലിപ്പനിയും കോളറയും എങ്ങനെയാ പകരുന്നത്? കാര്യം എലിപ്പനി ഒന്നും വായുവിലൂടെ പകരത്തില്ല, കോളറയും വായുവിലൂടെ അല്ല പകരുന്നത്. പിന്നെ എന്താണ്? സാർസ് ആണ് കേട്ടോ. സാർസ് ആണ് എന്ത്? നമ്മുടെ വായുവിലൂടെ പകരുന്ന രോഗം എന്താണ്? സാർസ് ആണ്. സാർസിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കുക. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം എന്നാണ്. എയർബോൺ ഡിസീസ് ആണ്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം എന്നാണ് സാർസ് പറയുന്നത്. എന്താണ്? സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം എന്നാണ് സാർസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ലോക മാനസികാരോഗ്യ ദിനം എന്ന് പറഞ്ഞാൽ എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. പറയാൻ ഏതാണ്? മെന്റൽ ഹെൽത്ത് ഇന്റർനാഷണൽ മെന്റൽ ഹെൽത്ത് ഡേ എന്താണ്? നമുക്കറിയാം എന്നാണ്. ഒക്ടോബർ 10 ഓർത്തിരിക്കുക. ഈ പറഞ്ഞ തീം കൂടെ ഒന്ന് പഠിച്ചു ചെയ്യുക. 2023 മെന്റൽ ഹെൽത്ത് ഡേയുടെ തീം എന്ന് പറയുമ്പോൾ എന്താണ്? മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ് ആണ് എന്നുള്ളതാണ് 2023 മെന്റൽ ഹെൽത്ത് ഡേയുടെ തീം. ഒക്ടോബർ 10 മെന്റൽ ഹെൽത്ത് ഡേ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 10 മെന്റൽ ഹെൽത്ത് ഈസ് എ യൂണിവേഴ്സൽ റൈറ്റ് എന്നുള്ളതാണ് എന്ത്? മെന്റൽ ഹെൽത്ത് ഡേയുടെ 2023 തീം. നോക്കൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഏത് ഹോർമോണിന്റെ അഭാവം മൂലമാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത്? തെറ്റിക്കരുത്. ഡയബറ്റിക് മെലിറ്റസ് ആണ് എന്ത് കാരണം ഉണ്ടാകുന്നത്? ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത്. ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്നുള്ള അസുഖം ഏത് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാകുന്നത് പറയാമെന്നൊക്കെ അറിയാം. ഏതാണ്? ADHന്റെ ഡെഫിഷ്യൻസി, ആന്റി ഡൈയൂററ്റിക് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ ആന്റി ഡൈയൂററ്റിക് ഹോർമോണിൽ ADHന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഞാൻ എടുത്തു പറയാത്തത് ഒത്തിരി ഉണ്ട്. ഞാൻ ആ പറഞ്ഞിട്ടുള്ള ഓരോ ഹോർമോണും അതിന്റെ ഗ്ലാൻസിന്റെ ഒരു ക്ലിപ്പ് ആഡ് ചെയ്ത് അത് പഠിച്ചാൽ മതി കേട്ടോ, തെറ്റിക്കരുത്. ഈ പറഞ്ഞിട്ടുള്ള എന്താണ്? ഡയബറ്റിക് ഇൻസിപ്പിഡസ് ആണെങ്കിൽ ADHന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാകുന്നത്. ഡയബറ്റിക് മെലിറ്റസ് ആണെങ്കിൽ എന്താണ് പറഞ്ഞത്? ഡയബറ്റിക് മെലിറ്റസ് ആണെങ്കിൽ എന്താണ്? നമ്മുടെ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ, ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് എന്ത്? ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുമ്പോഴത്തേന്. ഡയബറ്റിക് ഇൻസിപ്പിഡസ് ആണെങ്കിൽ ADHന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാകുന്ന നോക്കിയിരിക്കണം കേട്ടോ. ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ ADHന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാകുന്ന നോക്കിയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. വിനാശകരമായ അനീമിയ എന്തിന്റെ പ്രശ്നം മൂലം ഉണ്ടാകുന്നതാണെന്നുള്ള ക്വസ്റ്റ്യൻ നോക്കി. നമ്മുടെ വിനാശകരമായ അനീമിയ ഏതിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാകുന്ന നോക്കിയിരിക്കാം. നമുക്കറിയാം വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണെന്ത്? വിനാശകരമായ അനീമിയ. അപ്പൊ നോക്കുക, ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ നോർമൽ അനീമിയ അല്ലെ വിളർച്ച എന്ന് പറയുന്ന അതുണ്ടല്ലോ, അതെന്ന് പറയാൻ വൈറ്റമിൻ B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് നമ്മുടെ നോർമൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്ന സാധനം. ഫോളിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ B9 ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് പെർനീഷ്യസ് അനീമിയ അല്ലെങ്കിൽ വിനാശകരമായ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണെന്ത്? നമ്മുടെ വിനാശകരമായ അനീമിയ. തെറ്റിക്കരുത്. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണെന്ത്? പെർനീഷ്യസ് അനീമിയ, വിനാശകരമായ അനീമിയ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ തെറ്റിക്കാൻ പാടില്ല. വൈറ്റമിൻ B12 സയന്റിഫിക് നെയിം എന്താണ്? വൈറ്റമിൻ B12 സയന്റിഫിക് നെയിം എന്താണ്? കൊബാലമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റമിൻ B12 ആണ്. വൈറ്റമിൻ B9 പേരെന്താണ്? ഫോളിക് ആസിഡ് എന്നാണ് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് വൈറ്റമിൻ B9 ആണ്. വിനാശകരമായ അനീമിയ അല്ലെങ്കിൽ പെർനീഷ്യസ് അനീമിയ എന്ന് ചോദിച്ചാൽ എന്താണ്? വൈറ്റമിൻ B12 ആണ്. B12 സയന്റിഫിക് നെയിം എന്താണ്? കൊബാലമിൻ എന്നാണ് ഓർത്തിരിക്കുന്നത്, തെറ്റിക്കരുത്. കൊബാലമിൻ എന്നാണ് നമ്മൾ ഈ പറഞ്ഞ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി സയന്റിഫിക് നെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ പറഞ്ഞ മലേറിയൻ രോഗമാണ്, മലേറിയ ഉണ്ടാകുന്ന പ്ലാസ്മോഡിയം എന്നുള്ള അസുഖം. പ്ലാസ്മോഡിയം കാരണം പറഞ്ഞ് ബാക്ടീരിയൽ, ഫംഗൽ, വൈറൽ ഡിസീസ് പഠിക്കുന്ന കൂടുതൽ പ്ലാസ്മോഡിയത്തിന്റെ കേസ് പറയുന്നതാണ്. കാരണം ഒരു പ്ലാസ്മോഡിയം കാരണമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്ലാസ്മോഡിയം ആയിട്ടുള്ള രോഗമാണ്. ഇത് കാരണം ഉണ്ടാകുന്ന മലേറിയ ഡിസീസ്. ഇതല്ല, ഈ പ്ലാസ്മോഡിയം ഏത് സ്റ്റേജിലാണ് രോഗമുണ്ടാകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്ലാസ്മോഡിയത്തിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പിന്നെ ചോദിച്ചിട്ടില്ല, ഒറ്റ തവണ ചോദിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ നോക്കി. പ്ലാസ്മോഡിയത്തിന്റെ ഏത് അവസ്ഥയിലാണ് ഈ പറഞ്ഞ മലേറിയ രോഗം ഉണ്ടാകുന്നതാണ് ക്വസ്റ്റ്യൻ നോക്കി. സ്പോറോസോയിറ്റ് ആണ് കേട്ടോ. സ്പോറോസോയിറ്റ് എന്നുള്ള അവസ്ഥയിലാണ് എന്തുണ്ടാകുന്നത്? മലേറിയ രോഗം ഉണ്ടാകുന്നത്. സ്പോറോസോയിറ്റ് എന്നുള്ള പ്ലാസ്മോഡിയത്തിന്റെ അവസ്ഥയിലാണ് ഈ പറഞ്ഞിട്ടുള്ള മലേറിയ രോഗം ഉണ്ടാകുന്നത്. സ്പോറോസോയിറ്റ് ആണ് നോക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കി. എലിസ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ നിർണയത്തിന് യൂസ് ചെയ്യുന്നത് പറയാമോ? എലിസ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ രോഗനിർണയത്തിന് യൂസ് ചെയ്യുന്ന സംഭവമാണെന്ന് പറയാമോ? എന്താണ് പറയാമോ? എയ്ഡ്സിന്റെ ഡിറ്റക്ഷനെ യൂസ് ചെയ്യുന്നതാണ് എലിസ ടെസ്റ്റ്. എന്താണ്? എയ്ഡ്സിന്റെ ഡിറ്റക്ഷനെ യൂസ് ചെയ്യുന്നതാണ് എലിസ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ എന്ത് പഠിക്കുക, ഫുൾ ഫോം ഒന്ന് പഠിക്കുക. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ അസേ എന്നാണ് കേട്ടോ. എൻസൈം ലിങ്ക്ഡ്
ഇമ്മ്യൂണോസോർബൻ അസേ എന്നുള്ളതാണ് എൽസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എലിസ എന്ന് പറഞ്ഞാൽ എന്താണ്? എയ്ഡ്സിന്റെ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എന്ത്? എലിസ എന്ന് പറഞ്ഞാൽ. എയ്ഡ്സിന്റെ ഡിറ്റക്ഷന് യൂസ് ചെയ്യുന്ന സംഭവമാണ് എലിസ എന്നുള്ള ടെസ്റ്റ് കേട്ടോ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, താഴെ പറയുന്നതിൽ ഏത് രോഗമാണ് നമ്മുടെ വൈഡാൽ ടെസ്റ്റ് വെച്ച് ചെയ്യുന്ന ഏതാണ്? വൈഡാൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറയാമോ? നമ്മൾ പറഞ്ഞു എയ്ഡ്സിന്റെ എന്താണ്? എലിസ ആണ്. എയ്ഡ്സിന് എന്താണ്? എലിസയാണെന്ന് ഓർത്തിരിക്കുക. എലിസയാണ് എയ്ഡ്സിന്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കിന്. വൈറൽ ടെസ്റ്റ് എന്തിനാണ്? ടൈഫോയിഡിന്റെ ആണ് നമ്മുടെ വൈറൽ ടെസ്റ്റ് ഓർത്തിരിക്കുക. അസ്കാരിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റൂൾ ചെക്ക് ചെയ്യത്തുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യത്തില്ല. ടൈഫോയിഡ് പറയുമ്പോഴത്തേക്കിന് അതിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് വൈറൽ ടെസ്റ്റ് ഓർത്തിരിക്കുക. എയ്ഡ്സിന്റെ ആണെന്ന് എലിസ എന്നുള്ള ടെസ്റ്റ് തെറ്റിക്കാൻ പാടില്ല കേട്ടോ.